നമസ്കാരം ഏവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് ആഡ്മോബ് മലയാളം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഒരു നേറ്റീവ് വേർഡ് പ്ലേസ് ചെയ്യുക എന്നതിനെ പറ്റിയാണ്. നേറ്റീവ് വേർഡ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസുമായിട്ട് വളരെയധികം മാച്ച് ചെയ്ത് നിൽക്കുന്ന ആഡ് യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നേറ്റീവ് വേർഡുകൾ നമുക്ക് ഒരു ബാനർ ആഡിനെക്കാട്ടിൽ കൂടുതൽ വരുമാനം നേടിത്തരും. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. ഈ ഒരു പേജിൽ ഇതൊരു കമൻറ്റ് പേജാണ്. കമൻറ്റ് പേജിൻ്റെ താഴെയായിട്ട് ഇത്ര ഏരിയ ഒരു ആഡ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസുമായിട്ട് വളരെയധികം മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ആഡ് ഡിസ്പ്ലേ ആവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഷെയർ ബട്ടൺ ഉണ്ട്. ആ ബട്ടൻ്റെ അതേ സ്റ്റൈലിലാണ് ഈ ആഡിനകത്തുള്ള ഒരു ബട്ടണും. അപ്പോൾ കൂടുതൽ യൂസർ എൻഗേജ്മെൻറ്റ് ഇതുവഴി നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് കുറേ കൂടെ വരുമാനം കിട്ടും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേറ്റീവ് ആഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആപ്പിൻ്റെ കണ്ടന്റ് ഏതാണ്, ആഡ് കണ്ടന്റ് ഏതാണ് എന്ന് യൂസറിന് എപ്പോഴും തിരിച്ചറിയാൻ സാധിക്കണം. ഒരു കാരണവശാലും ആഡ് കണ്ടന്റും ആപ്പ് കണ്ടന്റും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കല്. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ആഡ്മോബ് അക്കൗണ്ടിൻ്റെ സസ്പെൻഷനൊക്കെ കാരണമായി തീരും. അപ്പോൾ ഇതിൻ്റെ പോളിസീസ്, അതായത് ഈ ഒരു നേറ്റീവ് ആഡ് പ്ലേസ് ചെയ്യുമ്പോൾ കുറേ പോളിസീസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ആഡ്മോബിൻ്റെ ജനറലായിട്ട് കുറേ പോളിസീസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് കിടക്കാം. ആദ്യമായി ഞാനിവിടെ ഒരു പുതിയ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ആപ്പിന് നേറ്റീവ് ആഡ് എക്സാമ്പിൾ എന്ന പേര് കൊടുത്തു. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മുടെ പുതിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ബിൽഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത്, നമുക്ക് ഈ ആപ്ലിക്കേഷനകത്തേക്ക് ഗൂഗിളിൻ്റെ മൊബൈൽ ആഡ്സ് SDK ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായി നമുക്ക് ആഡ്മോബിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് പോകാം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഒരു പേജ് ഓപ്പൺ ചെയ്യാം. ആദ്യമായി ഗൂഗിൾ മാപ്പ് എന്ന റെപ്പോസിറ്ററി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു പുതിയ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളതാണ്. അടുത്തതായി നമുക്ക് ഈ ആഡ്സിൻ്റെ, അതായത് ഗൂഗിൾ മൊബൈൽ ആഡ്സ് SDK ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യാം. ആ ലൈൻ കോപ്പി ചെയ്യുക. ഗ്രേഡിൽ സ്ക്രിപ്റ്റ്സ് ഫയൽ ഓപ്പൺ ചെയ്യുക. ആപ്പ് ലെവൽ ഗ്രേഡിൽ ഫയൽ ഓപ്പൺ ചെയ്യുക. ഡിപ്പെൻഡൻസിയിൽ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ആ ലൈൻ പേസ്റ്റ് ചെയ്യുക. പ്രോജക്റ്റ് സിങ്ക് ചെയ്യുക. പ്രോജക്റ്റ് സിങ്ക് സക്സസ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാം. വീണ്ടും ആ ഒഫീഷ്യൽ പേജിലേക്ക് പോവുക. നമുക്ക് ഈ മെറ്റാഡേറ്റ സെക്ഷൻ, ഈ മെറ്റാഡേറ്റ ടാഗ് നമ്മുടെ മാനിഫെസ്റ്റ് ഫയലിനകത്തേക്ക് ആഡ് ചെയ്യാം. മാനിഫെസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. മാനിഫെസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ടാഗിലേക്ക് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത മെറ്റാഡേറ്റ ടാഗ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ID പ്ലേസ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിനായിട്ട് ഞാൻ റിയൽ ആപ്പ് ID അല്ല യൂസ് ചെയ്യുന്നത്. പകരം ഈ പേജിൽ തന്നെ തന്നേക്കുന്ന ഒരു സാമ്പിൾ ആപ്പ് ID ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് പർപ്പസിന് ഇത് തന്നെ യൂസ് ചെയ്യുക. ഞാൻ ആപ്ലിക്കേഷൻ ID ഇവിടെ പ്ലേസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഈ മൊബൈൽ ആഡ്സ് SDK ഇനിഷ്യലൈസ് ചെയ്യണം. അതിനായി മെയിൻ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുക. മെയിൻ ആക്ടിവിറ്റിയിൽ ഓൺ ക്രിയേറ്റ് മെത്തേഡിൽ ഞാൻ മൊബൈൽ ആഡ്സ് SDK ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. 2 പാരാമീറ്റർ, ഫസ്റ്റ് കോണ്ടെക്സ്റ്റ്, രണ്ടാമത്തേത് ഒരു ലിസ്ണറാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ആപ്ലിക്കേഷനകത്തേക്ക് മൊബൈൽ ആഡ്സ് SDK നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ ആഡ്മോബ് അക്കൗണ്ടിൽ പോയി ഒരു നേറ്റീവ് വേർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. പക്ഷേ ടെസ്റ്റിംഗ് പർപ്പസിന് എപ്പോഴും ഒരു സാമ്പിൾ ആഡ് യൂണിറ്റ് ID യൂസ് ചെയ്യുക. അപ്പോൾ നേറ്റീവ് വേർഡ് ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായ ഒരു സാമ്പിൾ ആഡ് യൂണിറ്റ് ID ഞാൻ ഈ ഒഫീഷ്യൽ പേജിൽ നിന്ന് കോപ്പി ചെയ്യാൻ പോവുകയാണ്. അതിന് ടെസ്റ്റ് ആഡ്സ് എന്ന പേജ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിന്നും നേറ്റീവ് അഡ്വാൻസ്ഡ് എന്ന ഈ ഒരു സാമ്പിൾ ആഡ് യൂണിറ്റ് ID കോപ്പി ചെയ്യുക. അത് ഞാൻ നമ്മുടെ strings.xml ഫയലിൽ പ്ലേസ് ചെയ്യുകയാണ്. വാല്യൂസ് ഫോൾഡറിൽ strings.xml ഞാനത് പ്ലേസ് ചെയ്യുകയാണ്.
കോപ്പി ചെയ്ത വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ നേറ്റീവ് വാല്യൂന് ആവശ്യമായ ആഡ് യൂണിറ്റ് ഐ ഡി നമ്മുടെ strings.xml ഫയലിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഒരു ടെംപ്ലേറ്റ്, അതായത് നേറ്റീവ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായ ടെംപ്ലേറ്റ്സ് നമ്മൾ ഈ പ്രോജക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഒഫീഷ്യൽ പേജിലേക്ക് പോവുക. അതിൽ നിന്നും നേറ്റീവ് ആർട്സ് എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ നേറ്റീവ് ടെംപ്ലേറ്റ്സ് എന്ന പേജിലേക്ക് പോവുക. അപ്പോൾ ഇത് നമ്മൾ ആ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഇതൊരു ഗിറ്റ്ഹബ് പേജ് ലിങ്കാണ്. ഇതിൽ നിന്നും നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഒരു സിപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡൗൺലോഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ ഒരു സിപ്പ് ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനത് ഒരു ഫോൾഡറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. ഇതൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റാണ്. ഇതൊരു മോഡ്യൂളാണ്, പ്രോജക്റ്റ് മോഡ്യൂളാണ്. അടുത്തതായി നമുക്ക് ഈ പ്രോജക്റ്റിനകത്തേക്ക് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ഫയൽ ഒരു മോഡ്യൂളായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഫയൽ സെലക്ട് ചെയ്യുക, ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് മോഡ്യൂൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് പോവുക. യൂസേഴ്സ് ഡൗൺലോഡ് ഫോൾഡറില, ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. അതിൽ നേറ്റീവ് ടെംപ്ലേറ്റ്സ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇനി ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രോജക്റ്റ് സിങ്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ ഒരു മോഡ്യൂളായിട്ട് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇത് ഈ ഒരു പർട്ടിക്കുലർ മോഡ്യൂള് നമ്മുടെ പ്രോജക്റ്റിനകത്തേക്ക് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടി ഡിപ്പെൻഡൻസീസ് നമ്മൾ ആഡ് ചെയ്യണം. അതിനായി ഫയൽ എടുക്കുക, പ്രോജക്റ്റ് സ്ട്രക്ചർ സെലക്ട് ചെയ്യുക. പ്രോജക്റ്റ് സ്ട്രക്ചർ സെലക്ട് ചെയ്യുക. അവിടെ മോഡ്യൂൾസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേറ്റീവ് ടെംപ്ലേറ്റ്. ഇതാണ് നമ്മളിപ്പോൾ പുതുതായി ഡൗൺലോഡ് ചെയ്ത ആ ഒരു, നമ്മൾ പുതുതായിട്ട് അറ്റാച്ച് ചെയ്ത ആ ഒരു മോഡ്യൂള്. ഡിപ്പെൻഡൻസീസ് സെലക്ട് ചെയ്യുക. അതിൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ മോഡ്യൂൾ ഡിപ്പെൻഡൻസി സെലക്ട് ചെയ്യുക. പക്ഷെ അതിവിടെ ഡിസ്പ്ലേ ആയിട്ടില്ല. നമ്മൾ പ്രോജക്റ്റ് ഒന്നും കൂടെ സിങ്ക് ചെയ്യേണ്ടി വരും. ഞാനിവിടെ പ്രോജക്റ്റ് ഒന്നും കൂടി ക്ലീൻ ചെയ്തു, ഒന്നും കൂടി ബിൽഡ് ചെയ്യുകയാണ്, റീബിൽഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ പ്രോജക്റ്റ് ബിൽഡ് സക്സസ് ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. ഫയൽ എടുക്കുക, പ്രോജക്റ്റ് സ്ട്രക്ചർ ഓപ്പൺ ചെയ്യുക. അതിൽ ഡിപ്പെൻഡൻസീസ് സെലക്ട് ചെയ്യുക. പുതിയൊരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുക, മോഡ്യൂൾ ഡിപ്പെൻഡൻസി. നേറ്റീവ് ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുക. പക്ഷേ ഇത് ആഡ് ആയിട്ടില്ല. ഡിപ്പെൻഡൻസി സെലക്ട് ചെയ്യാം, മോഡ്യൂൾ ഡിപ്പെൻഡൻസി. യെസ്, ഓക്കെ. ഇതിൽ നിന്നും നേറ്റീവ് ടെംപ്ലേറ്റ്സ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു നേറ്റീവ് ടെംപ്ലേറ്റ്സ് എന്ന മോഡ്യൂൾ സെലക്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നമ്മുടെ മോഡ്യൂൾ ലെവൽ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെയായി ഒരു പുതിയ ലൈൻ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ മോഡ്യൂൾ നമ്മുടെ ഈ ആപ്പിനകത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അടുത്തതായി നമുക്ക് നമ്മുടെ നേറ്റീവ് ആഡ് പ്ലേസ് ചെയ്യാം. അതിനായി ലേഔട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക. മെയിൻ ആക്ടിവിറ്റി ലേഔട്ടിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് വ്യൂ മാത്രമാണുള്ളത്. ഞാനത് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നേറ്റീവ് ആഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു നേറ്റീവ് ടെംപ്ലേറ്റ്, അതായത് ഒരു ആഡ് ടെംപ്ലേറ്റ് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാം. ആദ്യമായി ഞാൻ ഡിസൈൻ സർഫസിൽ നിന്നും ഇത് ബ്ലൂ പ്രിന്റിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ലേഔട്ടിലേക്ക് നമുക്ക് ശരിക്കും ആഡ് ചെയ്യേണ്ടത് ഒരു ടെംപ്ലേറ്റ് ആണ്, ഒരു നേറ്റീവ് ആഡ് ടെംപ്ലേറ്റ് ആണ്. നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ടെംപ്ലേറ്റ് വ്യൂ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ കൺവീനിയൻസിനായി, എൻ്റെ ഒരു കൺവീനിയൻസിനായി ഞാനിവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ അറ്റാച്ച് ചെയ്യുകയാണ്. അതായത് കൺസ്ട്രെയിൻസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്തു. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൺസ്ട്രെയിൻസ് ക്രിയേറ്റ് ചെയ്തു. ടോപ്പ് സൈഡിലും കൺസ്ട്രെയിൻസ് ക്രിയേറ്റ് ചെയ്തു. അടുത്തതായി ആട്രിബ്യൂട്ട് വിൻഡോയിൽ നിന്നും ഞാൻ ആ ടോപ്പിൽ ഒരു മാർജിൻ സെറ്റ് ചെയ്തു. ഒരു 16 dp മാർജിൻ സെറ്റ് ചെയ്തു. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 8 dp മാർജിൻ സെറ്റ് ചെയ്തു.
അടുത്തതായി നമുക്ക് ഇതിൻ്റെ XML ഫയലിലേക്ക് പോകാം. ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് വ്യൂ. ഇപ്പോൾ ഇവിടെ വിത്ത് റാപ്പ് കണ്ടന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഞാനത് മച്ച് പേരൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് നമുക്ക് ആവശ്യമില്ല. അതുപോലെ ID ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. അത് ടെക്സ്റ്റ് വ്യൂ എന്നാണ് കിടക്കുന്നത്. അത് ഞാൻ മൈ ടെംപ്ലേറ്റ് എന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ, അടുത്തതായി നമുക്ക് ആ ഒഫീഷ്യൽ പേജിലേക്ക് പോകാം. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു കമ്പോണൻ്റ് ആണ്. ഞാനത് കോപ്പി ചെയ്തു. ആ ഒരു ടെംപ്ലേറ്റ് വ്യൂ ആണ് ആവശ്യമുള്ളത്. ഞാൻ ഈ റൂട്ട് എലിമെൻറ്റ് ടെക്സ്റ്റ് വ്യൂ മാറ്റി അതായിട്ട് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ആഡ് വ്യൂ വന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്തതായി നമുക്ക് ഇതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യണം. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. നേറ്റീവായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി ടെംപ്ലേറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സ്മോൾ ആഡ് പ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു മീഡിയം ആഡ് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യണം. അതിന് ഈ ഒരു ആട്രിബ്യൂട്ട് കോപ്പി ചെയ്യുക. ടെംപ്ലേറ്റ് ടൈപ്പ് എന്ന ഈ ഒരു ആട്രിബ്യൂട്ട് കോപ്പി ചെയ്യുക. അത് ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു ചെറിയ സ്മോൾ നേറ്റീവ് ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനത് മീഡിയം ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു മീഡിയം നേറ്റീവ് ആഡ് യൂണിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ലേഔട്ടിനകത്ത് നമ്മൾ ഒരു നേറ്റീവ് ആഡ് ടെംപ്ലേറ്റ് പ്ലേസ് ചെയ്തു. അടുത്തതായി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ലോഡ് ചെയ്യാം. അതിനായി മെയിൻ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നേറ്റീവ് ആഡ് ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ലോഡർ എന്ന ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി ആഡ് ലോഡർ എന്ന ക്ലാസിൻ്റെ ഒരു ബിൽഡർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഈ ബിൽഡർ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാം, ആഡിനെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പം ആഡ് ലോഡർ എന്ന ക്ലാസിൻ്റെ ഒരു ബിൽഡർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ബിൽഡർ. ഇതിനകത്തേക്ക് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ഫസ്റ്റ് കോണ്ടെക്സ്റ്റ്, രണ്ടാമത്തേത് നമ്മൾ നേറ്റീവ് ആഡിന് വേണ്ടി നമ്മുടെ strings.xml പ്ലേസ് ചെയ്ത ആ ഒരു ആഡ് യൂണിറ്റ് ID ആണ്. നേറ്റീവ് ആഡ് യൂണിറ്റ് ID. അടുത്തതായി നമുക്ക് ആ ഒരു ആഡ് ലോഡ് ചെയ്യാൻ വേണ്ടി, അതായത് ആഡ് സക്സസ്ഫുൾ ആയിട്ട് ലോഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഒരു ലിസണർ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായി ആഡ് ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ യൂണിഫൈഡ് നേറ്റീവ് ആഡ് എന്ന ഒരു മെത്തേഡ് ഈ ബിൽഡറിൽ കോൾ ചെയ്യുക. ഫോർ യൂണിഫൈഡ് നേറ്റീവ് ആഡ് എന്ന ഒരു മെത്തേഡ് കോൾ ചെയ്യുക. അതിൽ ഒരു ലിസണർ ഇൻ്റർഫേസ് കോൾ ചെയ്യുക. ഇവിടെ നമുക്ക് കുറേ മെത്തേഡ്സ് അവൈലബിൾ ആണ്. നമ്മളിവിടെ ഒരു മെത്തേഡ് ഓവർറൈഡ് ചെയ്തു. ഓൺ യൂണിഫൈഡ് നേറ്റീവ് ആഡ് ലോഡഡ് എന്ന ഒരു മെത്തേഡ് കോൾ ചെയ്തു. അപ്പോൾ ഈ ഒരു നേറ്റീവ് ആഡ് ലോഡ് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ, അതായത് ലോഡിങ് സക്സസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ആകും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് നമ്മൾ ലേഔട്ടിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടെംപ്ലേറ്റിലേക്ക് നമുക്ക് നമ്മുടെ ആഡ് വ്യൂ പ്ലേസ് ചെയ്യാം. അപ്പോൾ ആദ്യമായി നമുക്ക് ഒരു ടെംപ്ലേറ്റ് വ്യൂവിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. .id. നമ്മുടെ ടെംപ്ലേറ്റിന് നമ്മൾ കൊടുത്ത കീ എന്ന് പറയുന്നത് മൈ ടെംപ്ലേറ്റ് എന്നാണ്. അടുത്തതായി നമുക്ക് ഈ ടെംപ്ലേറ്റ് വ്യൂവിലേക്ക് നമുക്ക് നമ്മുടെ ആഡ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡിൽ ഓൺ യൂണിഫൈഡ് നേറ്റീവ് ആഡ് ലോഡഡ് എന്ന ഈ ഒരു മെത്തേഡിൽ നമുക്കൊരു പാരാമീറ്റർ ഉണ്ട്. യൂണിഫൈഡ് നേറ്റീവ് ആഡ് എന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആഡ്, അതായത് ആഡ്മോബിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന ആഡ് ഈ ഒരു പാരാമീറ്ററിനകത്ത് ഉണ്ടായിരിക്കും. അത് നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് വ്യൂവിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതിയാവും. ടെംപ്ലേറ്റ് വ്യൂ ഡോട്ട്, അവിടെ ഒരു മെത്തേഡ് സെറ്റ് നേറ്റീവ് ആഡ് എന്ന മെത്തേഡ് കോൾ ചെയ്യുക. അതിലേക്ക് ആ പാരാമീറ്റർ പാസ് ചെയ്യുക. അപ്പം ആഡ് ലോഡർ ഇപ്പോൾ റെഡിയാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ആഡ് ലോഡറിലേക്ക് നമുക്ക് ആഡ് ലോഡ് ചെയ്യാം. അതിനായി ആദ്യമായി ആഡ് ലോഡർ എന്ന ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ബിൽഡർ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൽ ബിൽഡ് എന്ന മെത്തേഡ് കോൾ ചെയ്യുക. അടുത്തതായി നമ്മൾ നേരത്തെ ബാനർ ആഡും ഇൻഡസ്ട്രീഷ്യൽ ആഡും ഒക്കെ പ്ലേസ് ചെയ്ത സമയത്ത് നമ്മൾ ആഡ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. സെയിം സ്റ്റെപ്പ് ഇവിടെയും ചെയ്യണം. ഒരു ആഡ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആഡ് റിക്വസ്റ്റ് ബിൽഡർ, അതിൽ ബിൽഡ് എന്ന മെത്തേഡ് കോൾ ചെയ്യുക. അടുത്തതായി നമുക്ക് ഈ ആഡ് റിക്വസ്റ്റ് ആഡ് ലോഡറിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിനുവേണ്ടി ലോഡ് ആഡ് എന്ന മെത്തേഡ് കോൾ ചെയ്യാം. അതിലേക്ക് ആഡ് റിക്വസ്റ്റ് പാസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പിൽ ഒരു നേറ്റീവ് ആഡ്
പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്തതായി ഈ ആപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനായി ഞാനൊരു വെർച്വൽ ഡിവൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വെർച്വൽ ഡിവൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഈ ഒരു ഡിവൈസിൽ ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് കാർഡ്, ആഡ്മോബിൽ നിന്നുള്ള ഒരു ടെസ്റ്റ് നേറ്റീവ് കാർഡ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ആഡ്മോബിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു നേറ്റീവ് ആഡ് യൂണിറ്റ് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.